വ്യാജ മതപരിവർത്തന ആരോപണം. മധ്യപ്രദേശിലെ ജബൽപൂർ സെന്റ് അലോഷ്യസ് സീനിയർ സെക്കൻഡറി സ്കൂളിന് നേരെ തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ആക്രമണം. സ്കൂളിലെ ചില ഹിന്ദു വനിതാ ജീവനക്കാരെ ക്രിസ്തുമതത്തിലേക്ക് മാറാൻ സ്കൂൾ അധികൃതർ നിർബന്ധിച്ചു എന്നും വഴങ്ങാത്തവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. 14-ാം തീയതി 100-ലധികം പ്രവർത്തകർ സ്കൂളിലേക്ക് ഇരച്ചു കയറുകയും സ്കൂളിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും വ്യാപകമായ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സോമി ജേക്കബിനും മാനേജ്മെന്റിനുമെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് ഹിന്ദുത്വ സംഘടനകൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ ജബൽപൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിക്കുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. മതം മാറ്റ ആരോപണത്തിന് നിജസ്ഥിതി പരിശോധിക്കാൻ പോലീസ് നിയോഗിച്ച പ്രത്യേക സമിതിയുടെ അന്വേഷണത്തിൽ അത് വ്യാജ ആരോപണമാണ് എന്ന് കണ്ടെത്തി. മറ്റു ചില കാരണങ്ങളാൽ സ്കൂളിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ചില ജീവനക്കാർ തങ്ങളെ ക്രൈസ്തവ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ചു എന്നും മതം മാറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പിരിച്ചുവിട്ടു എന്നും ആരോപിച്ച് സ്കൂളിനെതിരെ രംഗത്ത് വരികയായിരുന്നു. ഇതിൽ തീവ്ര ഹിന്ദുത്വ സംഘടനകളും ഇടപെടുകയായിരുന്നു. ഇതേ തുടർന്നായിരുന്നു സ്കൂളിൽ സംഘർഷമുണ്ടായത്. ഇവരുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു സംഘടനകളുടെ പ്രവർത്തകർ സ്കൂളിലേക്ക് വലിയ തോതിൽ മാർച്ച് നടത്തിയിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ സ്കൂൾ അധികൃതർ ആരെയും നിർബന്ധിതമായി മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്നും ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് പിന്നിൽ മറ്റ് ഭരണപരമായ കാരണങ്ങളാണ് എന്നും വ്യക്തമായി. നിലവിൽ സ്കൂൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ വസ്തുവകകൾ തകർത്ത അക്രമികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിനു മുൻപ് ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള ഇതേ പേരിലുള്ള മറ്റൊരു സെന്റ് അലോഷ്യസ് സ്കൂളിലും സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെ സമാനമായ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചു എന്ന പേരിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വലിയ തോതിലുള്ള സംഘർഷമുണ്ടായി. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അധ്യാപികയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞു. ആരോപണം ഉന്നയിച്ച വിദ്യാർത്ഥിക്കെതിരെ അന്വേഷണം നടത്താൻ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. വ്യക്തികളും സംഘടനകളും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, വസ്തുവകകൾ നശിപ്പിക്കുന്നു, സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നു. പലപ്പോഴും പോലീസിന്റെ ക്രിയാത്മകമായ ഇടപെടലും ഉണ്ടാകുന്നു.